നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ശുഭനാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ സെൻഡ് ചെയ്യണം. ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് 1200 എന്ന് പറയുന്ന ചിങ്ങമാസം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടും വീഡിയോ ഇടാത്ത കാര്യം തിരക്ക് കൊണ്ടായിരുന്നു. പലവരുടെയും അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വ്യാഴഗ്രഹം അത്തം കന്നിക്കൂറുകാർക്ക് 9-ലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കൊല്ലം എന്ന് വെച്ചാൽ ഈ വരുന്ന മെയ് മാസം മുതൽ 10-ലേക്ക് വരും. അത് നല്ലതാണ്. 9-ലും 10-ലും വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഒരു വ്യക്തി ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടുന്നതാണെന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പല ഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്ന സമയമാണ്. 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഒരു ഡോക്ടറാ, എഞ്ചിനീയറാ, വക്കീലാ, ജ്യോത്സ്യനാ, ഒരു തെണ്ടിയായിരുന്നാൽ പോലും ഭാഗ്യം ഉണ്ടെങ്കിലേ അവർ രക്ഷപ്പെടും. ഭാഗ്യം കിട്ടുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഈശ്വരൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും ബുദ്ധിയും ശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ടവറിൻ്റെ മുമ്പ് നമ്മളൊരു മൊബൈൽ കൊണ്ടുപോകുമ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും കാളും മെസ്സേജും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ടവറിൽ നിന്ന് അകന്നു പോയാൽ ഈ ഫോൺ കൊണ്ട് ഒരു ഉപയോഗമില്ല. അതേപോലെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ടവറാണ്, പവർ യൂണിറ്റാണ്. ഈശ്വരനെ ഭജിക്കുമ്പോൾ നല്ലത് വരും. ഈശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം കിട്ടുന്ന ഒരു ഘട്ടമാണ് അത്തം നക്ഷത്രക്കാർ. കാരണം നമ്മൾ ജനിച്ച കൂറിൻ്റെ 9-ലാണ് വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത്. വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ സൗമ്യേ ധർമ്മസ്ഥിത സ്യാത് ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃതിർഭാഗ്യസ്യ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യം എന്നാണ്. ഗുരുക്കന്മാർ, മാതാ, പിതാ, ഗുരു, ദൈവം എല്ലാവരും പ്രസാദിക്കും. എവിടെ ചെന്നാലും ഒരു സ്കൂളിൽ പഠിക്കാൻ പോയാലും ടീച്ചർമാർ നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് സ്വന്തം മക്കളെ പോലെ തന്നെ ഓടാനും ചാടാനും പഠിക്കാനും കളിക്കാനും നമുക്ക് അവസരങ്ങൾ ഒപ്പിച്ച് തരാനും നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നാലും നമുക്ക് കിട്ടാനുള്ളതെല്ലാം ഒപ്പിച്ച് തരും. പ്രായവ്യത്യാസമില്ലാതെ അധികാരികളുടെ പ്രീതി സഹായം ഒക്കെ നമുക്ക് കിട്ടും. ഗുരുക്കന്മാർ പ്രസാദിക്കും. ഈശ്വരാണാം പ്രസാദം. നമ്മളൊരു അമ്പലത്തിൽ പോയി ഭഗവാനെ ഭജിച്ചാൽ ഭഗവാന്റെ പ്രീതി കിട്ടും. വൃതിർഭാഗ്യസ്യ ധർമ്മസ്യ. ഭാഗ്യധർമാദികൾ നമുക്ക് അഭിവൃദ്ധിപ്പെട്ടു വരും. അശുഭ തപസ്. നമ്മൾ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി ജയിക്കാൻ പറ്റും. പൗത്ര സൗഖ്യം. പുത്രൻ്റെ പുത്രൻ പൗത്രൻ. അപ്പോൾ നമുക്കും മക്കൾക്കും മക്കളെ മക്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടി ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിനും ജീവിതത്തിനും സമൃദ്ധിയും സമ്പത്തും സന്തതിയും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുന്ന ഘട്ടമാണ്. മക്കൾക്ക് നല്ല ജോലി, അധികാരം, വിവാഹം ഇതൊക്കെ കിട്ടും. വിദേശയാത്ര, പ്രവൃത്തി ഗുണങ്ങൾ നേട്ടമായിട്ട് വരും. 9-ൽ നിൽക്കുന്ന കാലം 2025 മെയ് കഴിയുമ്പോൾ അത് 10-ൽ വരും. 10-ൽ വ്യാഴം നിൽക്കുമ്പോൾ നിങ്ങൾ പഠിച്ച് മിടുക്കരാകുന്നതിൽ തെറ്റില്ല. ഉള്ള വിദ്യാഭ്യാസം മതി, ഉള്ള കഴിവും മതി. ഒരു ഉദ്യോഗത്തിന് വേണ്ടി പരിശ്രമിക്കാമോ എങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗം കിട്ടും. നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നതിന് ജോലി കിട്ടാൻ വേണ്ടി. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടെ? പഠിക്കാം. അപ്പം നിങ്ങൾ ചെറിയ ഇൻ്റർവ്യൂവിനാ, ടെസ്റ്റിനാ, ഒരു റിക്രൂട്ട്മെൻറ്റിനാ എന്തെങ്കിലും പോയാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി, അധികാരം കിട്ടി, ജയം കിട്ടി, പദവി കിട്ടി, അംഗീകാരം കിട്ടി, സാലറി കിട്ടി, വളരെ മെച്ചത്തിൽ വരാം. അപ്പം ഈ അവസരം നിങ്ങൾ മുതലാക്കണം. ഒരു നല്ല വിവാഹം വന്നാൽ ഞാൻ പഠിച്ചിനി വലിയ IAS-ഉം IPS-ഉം ഒക്കെ ആയതിനു ശേഷമേ കല്യാണം കഴിക്കണമുള്ളൂ എന്ന് വിചാരിക്കുന്ന മക്കൾ വിചാരിക്കണം, നല്ലൊരു ബന്ധം വന്നാൽ ചെറുപ്പിച്ചുകളിൽ എനിക്ക് കൊണ്ടുവച്ച് നീട്ടുന്ന ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ച്
വിവാഹം നടത്താൻ ശ്രമിക്കണം. മിക്ക ആൾക്കാർക്കും ഇപ്പം വിവാഹം വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അച്ഛനമ്മമാർ വിചാരിക്കുന്നത് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളെ മക്കൾക്ക് ആരുമില്ല. ആരുണ്ട്? ഒന്നുമില്ല. ഈ മക്കൾക്ക് ഒരു ഇളയതും മൂത്തതും പോലും ഇന്നത്തെ കാലത്തില്ല. സഹോദരങ്ങൾ പോലും ഇല്ല. എല്ലാ വീട്ടിലും ഒരെണ്ണമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവർ മരിച്ചുപോയ അച്ഛനമ്മമാർക്ക് ആരുമില്ല. അച്ഛനമ്മമാർ മരിച്ചുപോയ മക്കൾക്കാരുമില്ലാത്ത ഒരു വലിയ ഘട്ടത്തിലും വിഷമത്തിലുമാണ് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ, ഉപകാരം വേണമെങ്കിൽ, നമുക്ക് നല്ല ഫ്രണ്ട്സും ലവറും ഒക്കെ കിട്ടുമെങ്കിലും നല്ലൊരു ഭാര്യയും നല്ലൊരു ഭർത്താവും നല്ലൊരു കുടുംബവും നല്ല ബന്ധവും നല്ല ബന്ധുക്കളും സമുദായക്കാരും ഒക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ വലിയ ഡോക്ടറായെന്നും പറഞ്ഞ് എഞ്ചിനീയറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം, എങ്കിലേ നമ്മുടെ സന്തോഷജനകമായ രീതിയിൽ നമുക്ക് സ്നേഹിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കുറേ പണം ഉണ്ടായിട്ടൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വിവാഹവും നല്ല ജോലി അധികാരമൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് മക്കളും ആരുടെ പ്രത്യേകിച്ച് പറഞ്ഞാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾ ചെറുപ്പിച്ച് കളയല്ലേ കുഞ്ഞുങ്ങളെ. നല്ലത് വരാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. നല്ലത് വരാൻ യോഗമുള്ള സമയമാണ്. നല്ല ജോലി കിട്ടിയാൽ കളയല്ല. ഞാൻ ജോലി കിട്ടുന്നില്ല, ജോലി വേണ്ടാന്ന് പറഞ്ഞ് പഠിക്കാൻ പോകല്ലോ. ജോലി കിട്ടിയത് മതി. അവിടെ ഇരുന്നുകൊണ്ട് പഠിച്ച് നമുക്ക് മിടുക്കരാവാം. അപ്പം അങ്ങനെ നമുക്ക് നല്ല കഴിവും കാര്യങ്ങളും മിടുക്കും കൊണ്ട് നിങ്ങൾ സീറോയിൽ നിന്നും ഹീറോയായിട്ട് വരാൻ യോഗമുള്ള സമയം. കന്നിരാശിക്കാരും അത്തം നക്ഷത്രക്കാരും ഒക്കെ കലാകാരന്മാരും കലാകാരികളും മിടുക്കരുമൊക്കെയാണ്. പക്ഷെ അവർക്ക് കഴിവുകൾ ധാരാളം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് തോന്നുന്ന ഒരു സ്വഭാവ രീതിയുള്ളവരാണ്. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ എന്ത് കാര്യം വേണോ നടത്തിക്കോ. 10 വേഴം വരുമ്പോൾ ഈശ്വരൻ്റെ സഹായവും കൂടെ കൊണ്ട് നിങ്ങൾക്ക് മിടുക്കരാവാൻ പറ്റും. 10 നിൽക്കുമ്പോൾ ഈ വർഷാവസാനം നമുക്ക് വേഴം 10 വരുമ്പോൾ ദേവാലയം അമ്പലം വയ്ക്കാൻ യോഗം, സർക്കാർ കോടതി അധികാരികൾ സഹായം കിട്ടാൻ യോഗം, മാർഗം വഴിവെട്ടിക്കാൻ യോഗം, ആരെയും വീട് വയ്ക്കാൻ യോഗം, സർവകർമാണി എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യം നേടണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ നമുക്ക് പറ്റും. നിങ്ങളുടെ ഈ അലസത മാറ്റാൻ വേണ്ടി എന്തെങ്കിലും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പൂജയും മന്ത്രവും തന്ത്രവും ജപവും തപവും താല്പര്യമില്ലാത്ത പോകുന്ന കാര്യം കൊണ്ടാണ് അവർക്ക് ഭാഗ്യം കിട്ടാതെ പോകുന്നത്. എല്ലാവർക്കും ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ട്, മിടുക്കരാണ്. പക്ഷേ നല്ല ജോലിയോ നല്ല ശമ്പളമോ നല്ല നേട്ടമോ കിട്ടാത്ത കാര്യം ഭാഗ്യം കുറവുകൊണ്ട് ഈശ്വരാനുകൂല്യം കുറഞ്ഞു പോയത് കൊണ്ടാണ്. അപ്പം നല്ല ഭാഗ്യം ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടും. പിന്നെ ശനി 7-ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി 6-ലാണ് സഞ്ചരിക്കുന്നത്. 2025 മാർച്ച് മാസം മുതൽ ശനി 7 വരുമ്പോൾ വിവാഹം വിദേശയാത്രയൊക്കെയാണ് 7. അപ്പോൾ 7ാമത്തെ രാശി ശനി സഞ്ചരിക്കുമ്പോഴാണ് ബന്ധം വേണ്ടാന്ന് തോന്നിപ്പോകുന്നത്. കല്യാണം കഴിച്ചിട്ടുള്ളവർക്കും ഭാര്യ വേണ്ടാന്നും ഭർത്താവ് വേണ്ടെന്നും പറയും. കാരണം ശനി 7 നിൽക്കുമ്പോൾ പാപേ സപ്തമകേ കളത്രമരണം യോഗോ വിയോഗോ, ഭാര്യ മരിച്ചുപോയേ ബന്ധം തെറിച്ചുപോയേ ചെയ്യുന്നതാണ്. അപ്പം നല്ല ജോലിയും പൈസയും അധികാരവും വിവാഹവും സമ്പത്തും ഒക്കെ കിട്ടുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അപ്പം ശനി 7 നിൽക്കുമ്പോൾ ഭർത്താവും ഭാര്യയൊക്കെ ചെലവിക്ക് പോയാൽ ബന്ധം നടത്തിയാൽ കുഴപ്പം വരൂലേ എന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് വിവാഹവും ബന്ധമൊക്കെ നടക്കാൻ നല്ല ചാൻസ് ഉള്ള, നല്ല വിവാഹവും കുടുംബവും സമ്പത്തും കിട്ടാനുള്ള അവസരമുള്ള സമയമാണെങ്കിലും ശനി 7 കയറി നിന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വിവാഹം വന്നാൽ നിങ്ങൾ വേണ്ടാന്ന് പറയുമെന്ന് പറഞ്ഞ കാര്യം ശനി 7 നിൽക്കുന്നത് കൊണ്ടാണ്. ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, ബന്ധവും വേണ്ട എന്നൊക്കെ അങ്ങ് തോന്നിപ്പോകും. അതുമല്ല 7 ലവറും ഫ്രണ്ട്സൊക്കെ കലവിച്ചു പോകണമല്ല, ആത്മഹത്യ ചെയ്ത് മരിച്ചു കളയുന്ന സമയമാണ്. അതുകൊണ്ട് സ്നേഹം കൂടുതൽ കാണിക്കുകയും ചെയ്ത് വിരോധം കൂടുതൽ കാണിക്കുകയും ചെയ്ത്, സ്നേഹം കാണിച്ചിട്ട് നമ്മൾ പറ്റിച്ച് അവർ കലവിച്ചു പോയെങ്കിൽ നല്ലത്, മരിച്ചു കളഞ്ഞാൽ ദോഷമല്ല. അപ്പോൾ വിരോധവും സ്നേഹവും ഒക്കെ നമ്മൾ മായപ്പെടുത്തി കൊണ്ടുപോകണം. ആരുടെയും വിരോധവും കാണിക്കണ്ട, സ്നേഹവും കാണിക്കണ്ട. പിന്നെ വിദേശ യാത്ര ചെയ്യാൻ യോഗം, പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രമിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജോലിയും പൈസയൊക്കെ കിട്ടുന്ന സമയമൊക്കെയാണ്. പക്ഷേ കണ്ടക ശനി എന്ന് പറയുന്ന ദോഷമുള്ളത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ചെറിയ പൊരുത്തക്കുറവുകളും ഉണ്ടാക്കിക്കളയും. അതിന് നവഗ്രഹ പൂജ, ദീർഘ സുമംഗലി പൂജ, മാംഗല്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യണം.
പാർത്ഥോനോദയഗൗരവോ രവിസുത മീനസ്ഥിത ധാരക പുത്രസ്ഥാനഗതസ്തു പുത്രമരണം പുത്രർവനേർഗച്ഛതീന്ന് വരാഹമീരം പറഞ്ഞു. കന്നി രാശിയിലെ സൂര്യൻ നിൽക്കുകയും പാർത്ഥോനോദയരവോ രവിസുത മീനസ്ഥിത രവിയുടെ സുതൻ സൂര്യന്റെ പുത്രൻ ശനി മീനരാശി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഭാര്യാമരണം ഭർത്തൃമരണമൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണവർ ഭാര്യയാണെങ്കിലും ഭർത്താവായിരുന്നാലും അടി ഉണ്ടാക്കാതിരിക്കണം. ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഭയങ്കര വിരോധം. ഭാര്യയ്ക്ക് വേറെ ലവറുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഭർത്താവിന് വേറെ ലവറുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് സ്നേഹിച്ച് ജീവിക്കുന്നതിന് പകരം വിരോധിച്ച് ജീവിക്കുമ്പോൾ ഭാര്യയും പോവും, ഭർത്താവും പോവും, ബന്ധവും പോവും, ജീവിതവും പോവും, ദാമ്പത്യം പോവും, നമ്മളെ കുടുംബം നമ്മൾ തന്നെ തുലച്ച് കളയും. നിങ്ങൾ നല്ല ഭാര്യയായിട്ടോ നല്ല ഭർത്താവായിട്ടോ സ്നേഹിച്ച് ജീവിക്കണമെങ്കിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും കലഹിക്കൂല. നിങ്ങൾക്ക് സ്നേഹം കുറവും സ്നേഹിക്കാൻ സമയമില്ലാതെ വരികയും പൈസ മതി എന്നും പറഞ്ഞ് ജോലിക്ക് പോയി ചെയ്യുമ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സുഖം കിട്ടാത്തത്, ഭർത്താവിന് ഭാര്യയുടെ സുഖം കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ അടിയുണ്ടാക്കി ബന്ധം ഒഴിപ്പിച്ചെന്നും കൊണ്ട് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടെല്ലാം നേടിയെന്ന് വിചാരിക്കരുത്. നമുക്ക് വേണ്ടത് ബന്ധമാണ്. നമ്മളെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ സ്നേഹമുള്ള സ്ഥലത്ത് നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും മാറിപ്പോകും. അപ്പം അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറഞ്ഞ് അടിയുണ്ടാക്കി കുടുംബ ബന്ധം തെറിപ്പിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 മണി വരെ പാല്, തൈര്, വെണ്ണ, നെയ്യ്, കളഭം, കുങ്കുമം, വാഗം മുതലായ 15ഓളം ദിവ്യ സാധനങ്ങളെ കൊണ്ട് അഭിഷേകാദി കർമാദികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമ്പോഴോ അല്ലെങ്കിൽ പൂജയോ വഴിപാടോ നടത്താനൊക്കെ ശ്രമിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും നായകർക്കും വഴിപാടുകളൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങളുടെ ദോഷവും രോഗമൊക്കെ മാറും. ജാതകം പരിശോധിച്ച് നോക്കി ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകൾ വരുമ്പോൾ ദോഷം ബാധിക്കില്ല. അതായത് ജാതകത്തിൽ നമുക്ക് വലിയ ദോഷങ്ങൾ ഭാഗ്യക്കുറവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ദോഷം എന്നും ഒഴിയാതെ എൻ്റെ ഭഗവാന് എൻ്റെ ജാതകത്തിൽ നല്ല സമയമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഗതിയും കിട്ടണില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കാരണം ജാതകത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടാത്ത ആൾക്കാരായിട്ട് ജനിക്കുന്നവർ ധാരാളമുണ്ട്. എപ്പോഴും വിജയിച്ച് നേടുന്നവരും ധാരാളമുണ്ട്. ചില സമയങ്ങളിൽ രക്ഷപ്പെടുകയും ചില സമയങ്ങളിൽ തകർന്നു പോയി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ആ ജാതകത്തിൽ നമുക്ക് നമ്മുടെ സമയം നല്ലതാണോ കെട്ടതാണോ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ദോഷമുള്ള സമയങ്ങളിൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ദൈവഭജനയോടുകൂടി ജീവിക്കുകയും നല്ല സമയത്ത് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ കിട്ടാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ഒരു പരാജയവും വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കും കുടുംബത്തിനും സന്തതിയേക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധികളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.